ഹായ് ഗൈസ്, ട്രിഗ്നോമെട്രി എന്നുള്ള ടോപ്പിക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇത് CGL 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2020 CGL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. sec raised to 6 theta minus tan raised to 6 theta minus 3 c square theta tan square theta plus 1 by cos raised to 4 theta minus sin raised to 4 theta plus 2 sin square theta plus 2. ഓക്കെ, രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ചെയ്യുന്നതാണ് ബെറ്റർ. സബ്സ്റ്റിറ്റ്യൂഷൻ പക്ഷെ നമ്മൾ എങ്ങനെ ചെയ്യും? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് ഒന്നെങ്കിൽ 0 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 90 ഇട്ട് കൊടുക്കുക. 0 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി നോക്കണം. 0 90 ഡിഗ്രി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സൈൻ വാല്യൂ 0 ആയിപ്പോൾ കൊസീക്ക് ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഡിനോമിനേറ്റർ 0 വരുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിപ്പോൾ. അതേപോലെ തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ സീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം 90 ഡിഗ്രി കൊടുക്കാൻ പാടില്ല. ബിക്കോസ് സീക്ക് 90 എന്ന് പറയുമ്പോൾ കോസ് 90 0 ആണ്, സീക്ക് 90 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ 0 കൊടുക്കാം, 90 കൊടുക്കാം, അതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ 45 കൊടുക്കാം. 45 ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ 30 60 നമുക്കറിയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം എളുപ്പത്തിന് നോക്കുമ്പോൾ ഇവിടെ എന്താണ് സീക്ക് കൊടുത്തിട്ടുണ്ട്. സീക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താണ് തീറ്റയ്ക്ക് 90 കൊടുക്കുന്നത്. തീറ്റയ്ക്ക് 90 കൊടുത്താൽ സീക്ക് എന്താ പറയുക നോട്ട് ഡിഫൈൻഡ് ആയിപ്പോ. അപ്പം തീറ്റയ്ക്ക് ഞാൻ 0 കൊടുക്കുന്നു. തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ എക്സ്പ്രഷന്റെ വാല്യൂ 6 raised to 6 theta minus tan raised സീക്ക് തീറ്റയ്ക്ക് 0 കൊടുക്കുമ്പോൾ സീക്കിന്റെ വാല്യൂ എന്ത് വരും? 1 വരും. തീറ്റയ്ക്ക് 0 കൊടുത്താൽ സൈൻ വാല്യൂ 0 ആവും, അതേപോലെ തന്നെ കോസ് വാല്യൂ 1 ആവും. ഓക്കെ, അപ്പൊ സീക്ക് വാല്യൂ 1 ആണ്. ഓക്കെ, കാരണം കോസിന്റെ റെസിപ്രോക്കൽ ആണല്ലോ സീക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ തീറ്റയ്ക്ക് ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് എടുത്തു. അപ്പൊ 1 മൈനസ് തീറ്റയ്ക്ക് 0 ആണെങ്കിൽ ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 1 മൈനസ് 0 മൈനസ് 3 സീക്ക് 0 ഇൻറ്റു ടാൻ 0. അവിടെ ടാൻ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, അതും 1 ആയി പോകും. സോറി, അതും 0 ആയി പോകും. അപ്പം പ്ലസ് പിന്നെ ഇപ്പൊ ഇപ്പുറത്തെ ഒരു 1 പ്ലസ് 1 ബൈ ഡിനോമിനേറ്റർ എന്താകും? കോസ് റൈസ് ടു 4 തീറ്റ എന്ന് പറയുമ്പോൾ കോസ് റൈസ് ടു 4 0 1 സൈൻ 0 0 2 സൈൻ 0 ഇതും 0 ഈ ടേം 0 ഈ ടേം 0 പ്ലസ് 2 ആണ്. അപ്പോൾ 1 പ്ലസ് 2 2/3. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ വരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാത്തവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ചെയ്യുന്നതല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താലേ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. കാരണം ഈ ക്വസ്റ്റിനൊക്കെ ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ അല്ലാണ്ട് ചെയ്യേണ്ട മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരാം. ഇനി സപ്പോസ് എക്സാമിന് ഇതൊന്നും ചെയ്തിട്ട് കിട്ടുന്നില്ലെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. നമ്മൾ എല്ലാ വഴി അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പ്യൂർ ട്രിഗ്നോമെട്രി എന്ന് ഞാൻ പറയുന്നില്ല, ഓൾജിബ്രയും വരുന്നുണ്ട്. നമ്മൾ ന്യൂമറേറ്റർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ന്യൂമറേറ്റർ ശ്രദ്ധിച്ചാൽ ഈ 1 ഞാൻ സപ്പോസ് ന്യൂമറേറ്ററിലെ 1 ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല 1-നെ. ബാക്കി നോക്കുമ്പോൾ എന്താണ് ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ഓൾജിബ്ര ഐഡന്റിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ട്രിഗ്നോമെട്രിയും ഓൾജിബ്രയും ചെയ്യുമ്പോൾ ആദ്യം ചാടി കയറി ചെയ്യാതെ ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കീ ആണ്. അപ്പം ഇത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റും? എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഒരു എക്സ്പാൻഷൻ അല്ലേ ഇത്? എക്ക് ഞാൻ സീക്ക് സ്ക്വയർ തീറ്റ എന്നും ബിക്ക് ഞാൻ ടാൻ സ്ക്വയർ തീറ്റ എന്നും കൊടുത്താൽ എ മൈനസ് ബി ക്യൂബിന്റെ എക്സ്പാൻഷൻ അല്ലേ? ശ്രദ്ധിച്ചത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ. ആ ഫോർമുല അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി. ശ്രദ്ധിച്ചു നോക്ക്, എ ക്യൂ എന്ന് പറയുമ്പോൾ 6 raised to 6 തീറ്റ ഉണ്ട്. ബി ക്യൂ എന്ന് പറയുമ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ്. അപ്പം മൈനസ് ടാൻ raised to 6 തീറ്റ. പിന്നെന്താണ്? മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി മൈനസ് 3 സി സ്ക്വയർ തീറ്റ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു എ മൈനസ് ബി അല്ലേ? അപ്പം സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റയാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആയി പോകും അല്ലേ? അപ്പം 3 സി സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്നാണ് വരേണ്ടത്. പക്ഷേ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആവുന്നുണ്ട്. മൈനസ് 3 സി സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പം ആക്ച്വലി ഇതെന്താണ്? എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ ഒരു എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പം സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ദ ഹോൾ ക്യൂബ് അല്ലേ? ഹോൾ ക്യൂബ്. പിന്നെ എന്തുകൊണ്ട്? പിന്നെ ഒരു പ്ലസ് 1 ഉണ്ട്. ഞാൻ മൈൻഡ് ചെയ്തിട്ട 1-നെ ഞാൻ ഇപ്പൊ മൈൻഡ് ചെയ്യും. ഓക്കെ, അടിയിൽ എന്ത് വരും? കോസ് റൈസ് ടു 4 തീറ്റ മൈനസ് സൈൻ റൈസ് ടു 4 തീറ്റ പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും? ഈ കോസ് റൈസ് ടു 4 തീറ്റ പ്ലസ് സൈൻ റൈസ് ടു 4 തീറ്റ അല്ലേ? അതിന് എന്ത് ഫോമിലാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അതിനെ ഞാൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതായത് എനിക്ക് അതിനെ കോസ് സ്ക്വയർ തീറ്റ എ റൈസ് ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എനിക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പം കോസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ
ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എനിക്ക് കോസ് റേസ്റ്റ് 4 തീറ്റ മൈനസ് സൈൻ റേസ്റ്റ് 4 തീറ്റ എഴുതാൻ പറ്റും അല്ലേ? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. പിന്നെ ബാക്കി എന്ത് വരും? പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 അല്ലേ? പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2. ഓക്കെ, ശരി. ഇപ്പം ഇവിടുന്ന് ന്യൂമറേറ്റർ എന്തുണ്ട്? സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലേ? 1 + 1 എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ 2 ആവും. അതേപോലെ ഡിനോമിനേറ്റർ നോക്കുമ്പോൾ 2 ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. അപ്പം പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബ്രാക്കറ്റ് വരുമ്പോൾ മൈനസ് സൈൻ സ്ക്വയർ തീറ്റയും പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റയും. മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ തീറ്റ ന്യൂമറേറ്റർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 എന്ന് വരും അല്ലേ? കാരണം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇവിടെ വീണ്ടും എന്താണ്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 സൈൻ സ്ക്വയർ തീറ്റ ആണ്, അതും 1 ആണ്. അപ്പോൾ 1 + 2 3 അപ്പോൾ 2/3. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഓൾജിബ്ര വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ഇത് എളുപ്പമായതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വരെ കിട്ടി. ഇനി ചിലപ്പോൾ എക്സാമിന്റെ ടെൻഷന് നമുക്ക് കിട്ടിയില്ലെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് അപ്പൊ ക്ലിക്ക് ആയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ഓൾജിബ്ര വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാം. എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാനേ ഞാൻ പ്രിഫർ ചെയ്യൂ. ഇനി സപ്പോസ് എക്സാമിന്റെ ടെൻഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇതാണ് മെത്തേഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.